സിനിമ തലമുറകളുടെ സെലിബ്രേഷനാണ്. സിനിമാ തിയേറ്ററുകൾ ആ സെലിബ്രേഷനുകളുടെ വേദിയും. ആഘോഷങ്ങളുടെ ചരിത്രം ചികഞ്ഞുപോയാൽ ചില തിയേറ്ററുകൾ ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ വിരലിലെണ്ണാവുന്നവ ചരിത്രമാണ്. കോഴിക്കോട് ക്രൗൺ തിയേറ്റർ അത്തരത്തിലൊന്നാണ്. ആയിരത്തി 1935 പ്രൊജക്ടർ ഓടി തുടങ്ങുന്ന തിയേറ്റർ മലയാള സിനിമയുടെ ആസ്വാദനത്തിന്റെ മാറ്റങ്ങൾക്ക് കൂടി വഴിതെളിക്കുന്നുണ്ട്. പ്രിൻസ് വാലിയന്റിന്റെ പ്രദർശനത്തോടെ കേരളാസ് ഫസ്റ്റ് തിയേറ്റർ ടു സ്ക്രീൻ എ സിനിമാസ്കോപ്പ് ഫിലിം 70 mm പ്രൊജക്ഷൻ മലബാറിലെ മൂവി ബഫ്സിന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ക്രൗൺ തുടങ്ങുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിലായിരുന്നു കോഴിക്കോട്. അക്കാലത്ത് പിറവി കണ്ട ഒരു തിയേറ്ററാണ് ക്രൗൺ തിയേറ്റർ. ഈ ക്രൗൺ തിയേറ്റർ, കോർണേഷൻ തിയേറ്റർ, ജൂബിലി ടൗൺ ഹാള്, ഇതിനൊക്കെ പേരിടുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടാണ്. ഈ ഇംഗ്ലീഷുകാരുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അവരുടെ രാജാവ് മറ്റേ കിരീടധാരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട സമയത്ത് ഉണ്ടായ തിയേറ്ററുകളാണ് കോർണേഷനും ക്രൗണും. അപ്പോൾ ഒരു തിയേറ്ററിൻ്റെ പേര് ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടധാരണമാണ് കോർണേഷൻ. ഡോൾബി സൗണ്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന ആദ്യ തിയേറ്ററുകളിൽ ഒന്ന്. ക്രൗൺ മലയാളിയെ, വിശേഷിയ മലബാറിനെ പഠിപ്പിച്ചത് സിനിമ എങ്ങനെ കാണണമെന്ന് കൂടിയാണ്. In terms of sound quality, picture quality, visual treat, എല്ലാം കൊണ്ടും പബ്ലിക് ആർ മോർ അവെയർ. പണ്ട് ഒരു മോണോ സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതന്നെ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഒറ്റ സ്പീക്കർ കൂടിയാൽ എല്ലാ സൗണ്ടും വരിക. അപ്പോൾ പിന്നെ ക്ലാരിറ്റി വലിങ്ങനെ ഉണ്ടാവില്ല. ഡോൾബി വന്ന ശേഷമാണ് ദറ്റ് വാസ് ക്ലിയർ കട്ട് ഡൈവേർഷൻ വന്നതായില്ല. ഡോൾബി വന്ന ശേഷം അത് ഓരോ സൗണ്ടിനും ഓരോ ചാനൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആയത്. 70 ഒന്നുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല ക്ലാരിറ്റി ആയിരുന്നു. ഓരോ തിയേറ്ററിനും ഒരു ചരിത്രമുണ്ട്. എന്നാൽ എല്ലാ തിയേറ്ററുകളുടെയും ചരിത്രം താളുകളിൽ രേഖപ്പെടുത്താൻ ഉതകുന്നവയല്ല. ക്രൗണിന്റെ പ്രത്യേകത സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലായിരുന്നു. മലയാളവും തമിഴും ഹിന്ദിയും നിറഞ്ഞിരുന്ന കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ഇംഗ്ലീഷ് സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. ആ കാലത്ത് വിദേശ സിനിമകൾ കാണാനായി മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കോഴിക്കോട്ടേക്ക് എത്തിച്ചേർന്നു. ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, എന്നാലും അവർ സിനിമ കണ്ടു. കാരണം സിനിമയുടെ ഭാഷ സംഭാഷണമല്ല, ദൃശ്യങ്ങളാണ്, വികാരങ്ങളാണ്. നല്ല തിരക്കായിരുന്നു, നല്ല രസമാണ്. ഒരുപാട് ആളും ഇന്നത്തെ മാതിരിയല്ല. അന്നൊക്കെ നല്ല എല്ലാ സ്ഥലത്തു നിന്ന് ആൾ വരും. ടൗണിൽ ചേക്കേറുന്നൊരു കാലയിലും. അക്കാലത്തുള്ള വേറൊരു വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ തരും. അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയും വരാൻ പോകുന്ന സിനിമകൾ. മറ്റേ സിനിമ 3 ദിവസമേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ വേറെ സിനിമ. അതിനൊരു പ്രത്യേക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമകൾ അന്ന് ഈ വെറുതെ കത്തെഴുതിയിട്ടൊന്നും സിനിമാ പെട്ടി ഇവിടെ എത്തില്ല. അക്കാലത്ത് ബോംബെയിലൊക്കെ ഇവരെന്നെ പോയിട്ട് സംഘടിപ്പിക്കാമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ക്രൗണിനെ കുറിച്ച് ഓർക്കുമ്പോൾ എക്കാലത്തും ഓർക്കേണ്ട ഒരാൾ, ഒന്ന് അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സ്വാമി. ഈ സ്വാമീനെ അറിയാത്ത ഒരു സിനിമ കാണികളും ഉണ്ടാവില്ല. മലയാള സിനിമകൾക്കും അപ്പുറം ഒരു ലോകമുണ്ടെന്നും ആ ലോകം മനോഹരമാണെന്നും ക്ലാസിക്കുകളെ പരിചയപ്പെടുത്തി ഈ തിയേറ്റർ ഉറപ്പുവരുത്തുന്നുണ്ട്. ജോധ ബെൻഹർ, എൻ്റർ ദ ഡ്രാഗൺ തുടങ്ങി പ്രൊജക്ടർ വെളിച്ചത്തിൽ കയ്യടികൾ മുഴങ്ങിക്കേട്ട സിനിമകൾ ഏറെയാണ്. അച്ഛൻ ഇംഗ്ലീഷ് തുടങ്ങിയത് അച്ഛനാന്ന് തന്നെ പറയാം. അന്ന് ഇംഗ്ലീഷ് പിക്ചറിന് ആളും കമ്മിയാണ്, അത്ര ആളൊന്നും ഇല്ല അന്ന്. അപ്പോൾ ഫാദർ വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ബ്രിങ്ങിങ് ഹോളിവുഡ് ഫിലിംസ് ടു കാലിക്കറ്റ്.
And initially there were only 1 show or 2 shows. ഇപ്പോൾ പിന്നെ എത്ര ഷോ ആണെങ്കിലും കളിക്കാം. മാർക്കറ്റ് ഹാസ് ഡെവലപ്ഡ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിൾ, 10 കമാൻഡ്മെൻറ്റ്സ്, ഇങ്ങനത്തെ കുറേ പിക്ചറുണ്ട്. കൗവാർഡീസ്, പഴയ ക്ലാസിക്സാണ്, കുറേ പിക്ചറുണ്ട്. അത് ലിസ്റ്റ് ഞാൻ എടുത്തു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ അത് കണ്ട് 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 ആൾക്കാർക്ക് കമ്പം കുടുങ്ങിയതാ ഇംഗ്ലീഷ് പിക്ചർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഇംഗ്ലീഷ് പിക്ചർ 1 ദിവസമോ 2 ദിവസമൊക്കെ കളിക്കുള്ളൂ. മലയാളം പിക്ചർമാർ ജാസ്തി ഒന്നും കളിക്കില്ലല്ലോ, എക്സെപ്റ്റ് എ ഫ്യൂ മൂവീസ് ലൈക്ക് ടൈറ്റാനിക് ഓർ എൻ്റർ ദ ഡ്രാഗൺ ഓർ 10 കമാൻഡ്മെൻറ്റ്സ്. അപ്പോൾ അത് കളിക്കുമ്പോൾ അത് മാത്രമേ ലോങ് റണ്ണ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 1 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് പിക്ചർ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് സങ്കടമാണ്. അടുത്ത പിക്ചർ എപ്പോഴാണ്, അടുത്ത ഇംഗ്ലീഷ് പിക്ചർ എപ്പോഴാണ് കാണാൻ പറ്റുക, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ദെൻ വി സ്റ്റാർട്ടഡ് ബ്രിങ്ങിങ് ഇറ്റ് മോർ റെഗുലർലി. ആഴ്ചയിൽ 21 പിക്ചറൊക്കെ കളിച്ചിട്ടുണ്ട് നമ്മൾ, അല്ല മാസത്തിൽ. ടൈറ്റാനിക്കിലെ പ്രണയം, ജുറാസിക് പാർക്കിലെ വിസ്മയം, ദ മമ്മിയിലെ സാഹസികത, ലോകമെമ്പാടും ചർച്ചയായ സിനിമകൾ, അവയെല്ലാം ഈ നഗരത്തിലെ പ്രേക്ഷകർ ഈ വലിയ തിരയിൽ അനുഭവിച്ചത് ക്രൗണിലൂടെയാണ്. ഈ ചെറിയ നഗരത്തിരുന്നു കൊണ്ട് ലോക സിനിമയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കോഴിക്കോട്ടുകാർക്കായി. പ്രശസ്തമായ ഇംഗ്ലീഷുകാരുടെ കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാര കാഷ്യൂനട്ട് എന്ന് പറഞ്ഞ കാരപ്പറമ്പിലൊക്കെ, അവിടെയൊക്കെ ജോലിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ മുഴുവനും വിദേശികളായിരുന്നു. അവർക്ക് ആകെയുള്ളൊരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ക്രൗൺ തിയേറ്ററിൽ അവരുടെ ഭാഷയിൽ വരുന്ന സിനിമകൾ കാണുക എന്നുള്ളതാണ്. കോഴിക്കോട് നഗരത്തിലെ മത്സ്യത്തൊഴിലാളികൾ, കടലിൽ പോയി വരുന്ന മത്സ്യത്തൊഴിലാളികൾ, സെൻട്രൽ മാർക്കറ്റിലും പച്ചക്കറി മാർക്കറ്റിലുള്ള തൊഴിലാളികൾ, അല്ലാതെ കോൺവെൽത്ത് ട്രസ്റ്റിലുള്ള, മാവൂർ ഗോളിയോറൻസിലുള്ള ഇത്തരം തൊഴിലാളികളും NGOമാരും എല്ലാം തന്നെ ഇത്തരം സിനിമകൾ കാണാൻ ഏറ്റവും അധികം ആകർഷണമായി കാണാനും നല്ല രീതിയിൽ സിനിമ ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു തിയേറ്റർ എന്നുള്ള രീതിയിൽ ഇതിനെയാണ് ആശ്രയിച്ചിരുന്നത്. കോഴിക്കോട് എന്നും ലോകത്തെ സ്വാഗതം ചെയ്ത നഗരമാണ്. വ്യാപാരത്തെയും സാഹിത്യത്തെയും സംസ്കാരങ്ങളെയും അതുപോലെ ലോക സിനിമയെയും. ആ തുറന്ന മനസ്സിന്റെ പ്രതീകം കൂടിയാണ് ക്രൗൺ. മലബാറിൽ ശരിക്കും ഇംഗ്ലീഷ് പടം കളിക്കുന്ന തിയേറ്റർ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പടം മാത്രമേ കളിക്കാറുള്ളൂ. അന്ന് വെറും ഇംഗ്ലീഷ് പടം എന്ന്. പിന്നെ ഇന്നത്തെ മാതിരിയല്ല, ഇന്നിപ്പോൾ ടിക്കറ്റൊക്കെ ഏത് സമയത്ത് രാവിലെ മുതൽ രാത്രി വരെ ടിക്കറ്റ് കിട്ടും. അന്ന് ഓരോ ഷോയിന് അരമണിക്കൂർ മുന്നേ ബെല്ലടിക്കും, അതിന് ശേഷമാണ് ടിക്കറ്റ് ഇഷ്യൂ. പിന്നെ ഏത് മൂവി ഇട്ടാലും നല്ല കളക്ഷനായിരുന്നു. കാലം മാറി, ഫിലിം റീലുകൾ ഡിജിറ്റലായി, പ്രൊജക്ടറുകൾ മാറി, മൾട്ടിപ്ലെക്സുകൾ വന്നു. സിനിമ മൊബൈൽ ഫോണുകളിലേക്കും വീടുകളിലേക്കും എത്തി. പക്ഷേ ഈ വെള്ളിത്തിരയ്ക്ക് മുന്നിൽ നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് അനുഭവിച്ച ഓർമ്മകൾ, അതിന് പകരം മറ്റൊന്നും വരില്ല. എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ക്രൗൺ തിയേറ്ററിനെ പറ്റിയിട്ട് കേൾക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ആ കഥകളിലൊക്കെ അവരുടെ അന്നത്തെ ഒരു സിനിമയുടെ കാഴ്ച, അതുപോലെ വേറെ ഭാഷയിൽ നിന്നുള്ള സിനിമകൾ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട് വന്നതിന് ശേഷമാണ് ഞാൻ വ്യക്തിപരമായിട്ട് ക്രൗൺ തിയേറ്ററിൽ പോവുകയും അവിടെ ഇരുന്ന് സിനിമ കാണുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ OTT പ്ലാറ്റ്ഫോമുകൾ ഇത്രയും കൂടുതൽ ശക്തി ആർജിച്ചൊരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുന്ന ഒരു തിയേറ്ററിൽ, ഏത് തിയേറ്ററിലാണെങ്കിലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ ഒരു നൈറ്റ് ഷോയ്ക്ക് പോകുമ്പോഴൊക്കെ അത് വേറൊരു ഇമോഷനാണ് ആക്ച്വലി. കാരണം അത് നമുക്ക് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ അവിടെ പോസിബിളാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആമസോൺ പ്രൈം, ജിയോ ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് ഇങ്ങനത്തെ OTT പ്ലാറ്റ്ഫോംസൊക്കെ കൂടുതൽ ഇങ്ങനെ സ്വാധീനം കൂട്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു ബോണ്ടിങ് സമയം ആക്ച്വലി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുടുംബമായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് സമയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അതിൽ ഒരു വ്യക്തിപരമായിട്ട് വിഷമം ഉള്ള ഒരാളാണ് ഞാൻ. ഇന്ന് ക്രൗൺ ഒരു തിയേറ്റർ മാത്രമല്ല, ഒരു തലമുറയുടെ ഓർമ്മയാണ്. കോഴിക്കോടിന്റെ സിനിമാ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരു നഗരം ലോക സിനിമയെ എങ്ങനെ സ്വീകരിച്ചു എന്നതിന്റെ ജീവനുള്ള സാക്ഷ്യമാണ്. ഒരു കാലത്ത് മുഴങ്ങിക്കേട്ട കയ്യടികളുടെ പ്രതിധ്വനി ഇന്നും ഇവിടെ തന്നെയുണ്ട്. ചില തിരശീലകൾ അടയുന്നില്ല, ചില കഥകൾ അവസാനിക്കുന്നില്ല.
നഗരത്തിന്റെ ആത്മാവായി എന്നും അവ നിലനിൽക്കും.